നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുറേ ദിവസങ്ങളായാലും 3-4 ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാലോ. നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോസിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, നമ്മൾ വീട് മാറി, ഇവിടെ ആൾ ഇപ്പോൾ കേട്ടോ, നമ്മൾ വീട് മാറി. ഇപ്പോൾ വീട് മാറി ഇത് സെറ്റായിട്ടൊക്കെ വരാനുള്ള കുറച്ച് ടൈമാണ്. പിന്നെ കോഴ്സുകൾ ഇപ്പോൾ വീട് മാറിയത് വിചാരിച്ചിട്ട് നമ്മൾ ഏറ്റവും കോഴ്സുകളിലെ ക്ലാസ് ഒന്നും മുടക്കാൻ പറ്റത്തില്ല. കുറച്ച് ദിവസം മുടക്കേണ്ടി വന്നു. ഇവിടെ റീസ്റ്റാർട്ടും കൂടെ ചെയ്ത ടൈം ആയതുകൊണ്ട് എന്താണ് ഒന്നും വലുതായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ പറ്റിയ ഒരു സാഹചര്യത്തിലായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഒരു ഗ്യാപ്പ് വന്നത്. അപ്പം എന്തായാലും ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് എനിക്ക് മെസ്സേജ് തരുന്ന, എനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ എനിക്ക് അയക്കുന്ന ഓരോരുത്തർ അയക്കുന്ന മെസ്സേജുകളിൽ നിന്നാണ് ഞാൻ ഓരോ കണ്ടന്റ് എടുക്കുന്നത്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യവും പതിവ് തെറ്റിക്കുന്നില്ല. അപ്പം ഒരുപാട് പഠിക്കണം, ജോലി മേടിക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല, മടി വരുന്നു. കുറച്ച് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും മടുക്കുന്നു. പിന്നെ ഫോണിൽ നോട്ടോ ആവുന്നു, അല്ലെങ്കിൽ അത് മാറ്റി വെച്ച് വേറെ കാര്യങ്ങളിലോട്ട് തിരിയുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് എനിക്ക് ഇതിന് എന്താണ് ചേച്ചി ഒരു സൊല്യൂഷൻ, ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യക്കാർ നമ്മളാണല്ലേ. ആവശ്യക്കാരെന്ന് വെച്ചാൽ ഒരു ജോലി കിട്ടേണ്ട ആവശ്യം നമ്മൾക്കാണ്. അപ്പോൾ ആ നമ്മൾ തന്നെയാണ് അതിന് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. അതിന് വേറൊരു വ്യക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് തീരുമാനിക്കുക എന്ത് നമ്മൾ ചെയ്യണം, എന്ത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ ഒരു ജോലി കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. ആ ജോലി കിട്ടിക്കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ്. ഇപ്പം സന്തോഷം, എന്തായാലും ഒരു ജോലി കിട്ടിയ ഒരു വരുമാനമായി കഴിയുമ്പം നിങ്ങളിപ്പം നയിക്കുന്ന ആ ഒരു ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിതമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അല്ലേ. അപ്പം ആ ഒരു മാറ്റങ്ങളിലും ആ ഒരു സന്തോഷവും എല്ലാം കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. അപ്പം ആ ഒരു സന്തോഷം എല്ലാം കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. അപ്പം ആ ഒരു കാര്യമൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം എല്ലാവരും. അപ്പോൾ ആ ജോലി കിട്ടിക്കഴിഞ്ഞുള്ള ആ ഒരു സന്തോഷ ജീവിതം എല്ലാം അനുഭവിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പം മടി മാറ്റം എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്ക് മടി ഉണ്ടാവരുത് എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലോട്ട് ഉറപ്പിക്കുക. അതായത് ഇപ്പോൾ ഒരു എക്സാം ഫോക്കസ് ചെയ്ത് ഇനിയിപ്പം 10th മെയിൻസ് എലിജിബിലിറ്റി ലിസ്റ്റ് ഇടുമ്പോഴത്തേക്ക് 10th മെയിൻസ് എക്സാം ഉള്ളവർ കാണും. അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെന്തായിരിക്കും ഡിഗ്രി പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ എക്സാം ഉള്ളവർ കാണും. പിന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഫോക്കസ് ചെയ്ത് കുറേ പേര് പഠിക്കുന്നുണ്ട്. അതേപോലെ ഇനി വിളിക്കാൻ പോകുന്ന VFA, പിന്നെ ഫോഴ്സ് എക്സാമുകൾ, SI ആയാലും CPO ആയാലും CPO ആയാലും ഫയർമാൻ ആയാലും ഫയർ വുമൺ ആയാലും അങ്ങനെയുള്ള ഫോഴ്സ് എക്സാമുകൾ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ളത്, ജോലി കിട്ടിക്കഴിഞ്ഞുള്ള ആ ജീവിതം നേടുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. അപ്പം അതിനുവേണ്ടി ചുമ്മാ നമ്മൾ കഷ്ടപ്പെടാതെ കിട്ടുന്നതിൻ്റെ വില നമുക്ക് മനസ്സിലാവില്ല അല്ലേ. അപ്പം നമ്മൾ കഷ്ടപ്പെടാനായിട്ട് ആദ്യം മനസ്സിൽ നിങ്ങൾ ഒരുക്കിയെടുക്കുക. ഞാൻ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിരിക്കും എന്നുള്ളൊരു കാര്യം ആദ്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് നിങ്ങളെ പഠനം ആരംഭിക്കുക. അനാവശ്യമായിട്ടുള്ള സമയം കൊല്ലികളുണ്ടല്ലോ. ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും, ഇപ്പം ഈ ഒരു ജനറേഷൻ്റെ എല്ലാവരുടെയും, മുതിർന്നവരായാലും കുട്ടികളായാലും എല്ലാവരുടെയും സമയത്തെ ഏറ്റവും കൂടുതൽ കവർന്നെടുക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണുകൾ തന്നെയാണ്. ഒരുപാട് ഉപാധികളുണ്ട് സമയം കൊല്ലാനായിട്ട്. റീൽസുകളുണ്ട്, ഗെയിമുകളുണ്ട് അല്ലേ, എന്തൊക്കെ ഉപാധികളാണ്. അപ്പം അങ്ങനെയൊക്കെ സമയം കളയുന്നവരാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യമുണ്ടെങ്കിൽ അതൊക്കെ പരിമിതപ്പെടുത്തുകയോ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യുക ആ ഒരു എക്സാം കഴിയുന്നത് വരെ. ഇപ്പോൾ പൂർണ്ണമായിട്ടും ചിലവർക്കങ്ങ് ഒഴിവാക്കാനൊക്കെ ഇപ്പോൾ നാളെ തൊട്ട് ഞാനൊന്നും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും ഒന്നും നോക്കത്തില്ല, അല്ലെങ്കിൽ ഗെയിം കളിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്നൊന്നും നിർത്തുക. അതായത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളൊരു കാര്യം പെട്ടെന്നൊരു ദിവസം നിർത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നിർത്താൻ ബുദ്ധിമുട്ടുള്ളവർ കുറച്ചുകൊണ്ട് വരും. അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈം മാക്സിമം കുറച്ച് പിന്നൊരു ദിവസം അത് പൂർണ്ണമായിട്ട് കുറയ്ക്കുക. അങ്ങനെ പറ്റത്തുള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് നിർത്താൻ പറ്റുന്നവർ അങ്ങനെ നിർത്തുക. അല്ലാതുള്ളവർ അത് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും നിങ്ങൾ എത്രത്തോളം ടൈമാണ് അതിൽ കളയുന്നതെന്ന്. അപ്പോൾ ആ ടൈമിൻ്റെ ഡ്യൂറേഷൻ ഒന്ന് കുറച്ച് കൊണ്ടുവരിക. പിന്നെ എനിക്കറിയാം ചിലവരെയൊക്കെ സോഷ്യൽ മീഡിയ എന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് ഫോണിൽ നിന്ന് കളയുന്നവരുണ്ട്. അതൊക്കെ നല്ലൊരു ഉപാധി തന്നെയാണ്. പക്ഷെ ഞാൻ അതിനോടൊന്നും വലിയ യോജിപ്പുള്ള ഒരാളൊന്നുമല്ല. ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ കളഞ്ഞാലേ പഠിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ ഉള്ളവർക്ക് ഓക്കെ കളയാം. പക്ഷേ
എൻ്റെ ഒരു ഇതിൽ സോഷ്യൽ മീഡിയ കളഞ്ഞില്ലെങ്കിലും നമുക്ക് ജോലി മേടിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിൽ ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് നോക്കുക. സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉള്ളവർ റീൽസുകളിലൂടെ ആയിരിക്കും സമയം പോകുന്നു. ഒരു റീല് കാണും, പിന്നെ രണ്ടാമത്തെ റീല് കാണും, മൂന്നാമത്തെ റീല് കാണും, അങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈമൊക്കെ നിങ്ങൾ ഒന്ന് പരിമിതപ്പെടുത്തുക. ഇപ്പം ആ റീല് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ആ സമയത്ത് 2 അക്ഷരം പഠിച്ചാൽ ഉണ്ടാവുന്ന ഗുണത്തെ പറ്റിയിട്ട് ആ സമയത്തൊന്ന് പെട്ടെന്ന് ആലോചിക്കുക, പെട്ടെന്ന് ഫോൺ ക്ലോസ് ചെയ്യുക, പഠിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനൊരു കാര്യം നിങ്ങൾക്ക് പ്രയോഗിക്കാം. പിന്നെ കുറേ പേരുടെ ഒരു പ്രശ്നമാണ് ഉറക്കം വരുന്നു എന്നുള്ളത്. കുറച്ച് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഉറക്കം വരുന്നു. അത് ഒരു കാര്യമുണ്ട്, നമ്മൾ അധികം ഇൻട്രസ്റ്റ് ഇല്ലാതെ ചെയ്യുന്ന ഒരു കാര്യവും നമുക്ക് അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അധികം സമയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫിലിം നമ്മൾ കാണുന്നു, ആ ഫിലിം കാണുന്നതിന് നമുക്ക് വളരെ ഇൻട്രസ്റ്റിങ്ങോടെ നമ്മൾ കാണുന്നൊരു ഫിലിമാണ്. അപ്പോൾ ആ ഫിലിം കാണുമ്പോൾ നമ്മൾ ഉറങ്ങും, ഒരിക്കലും ഉറങ്ങത്തില്ല. അതേസമയം നമുക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു സിനിമയാണെങ്കിൽ ചിലപ്പോൾ ആ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന ടൈം നമ്മൾ കിടന്ന് ഉറങ്ങും. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റിലാണ് കാര്യം. ഇപ്പോൾ നമ്മളൊരു പഠിക്കാനായിട്ടൊരു ടോപ്പിക് എടുത്ത് വെച്ചേക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് സയൻസ് വിഷയത്തിൽ എന്നെപ്പോലെ സയൻസ് വിഷയത്തിനോട് വലിയ ടച്ച് ഇല്ലാത്ത ഒരാളാണെന്ന് വിചാരിച്ചോ. അപ്പം നിങ്ങൾ സയൻസിൽ ഇപ്പോൾ ഒരു ടോപ്പിക്, ഞാനൊരു എക്സാമ്പിൾ പറയാം, പ്രകാശം എന്ന് പറയുന്ന ടോപ്പിക് എടുത്ത് വെച്ചേക്കുന്നു ഫിസിക്സിൽ. അപ്പോൾ നിങ്ങൾ ആദ്യം അത് റാങ്ക് ഫയൽ എടുത്ത് വെച്ച് വായിക്കുന്നു, പിന്നെ അതിൻ്റെ SCRT പോർഷൻസ് അങ്ങനെ എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിരിക്കുക പഠിക്കാനായിട്ട്. പക്ഷെ എന്ത് പറ്റുന്നു, നിങ്ങൾക്ക് അങ്ങോട്ട് ഫോക്കസ് കിട്ടുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് സയൻസുമായിട്ട് ടച്ച് ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ടിരുന്ന് വായിച്ച് പഠിക്കും. ഇപ്പം നിങ്ങൾക്ക് ടച്ച് ഇല്ലാത്തൊരു മേഖലയാണ് സയൻസ്. അപ്പം നിങ്ങൾ സ്വന്തമായിട്ടിരുന്ന് വായിച്ച് പഠിക്കുന്നതിനെയും കാട്ടി അതിനെയും കൊണ്ട് ബെറ്റർ ആദ്യം ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ്, അതിപ്പോൾ യൂട്യൂബിൽ ഇഷ്ടംപോലെ ക്ലാസ്സാണ്. പ്രകാശം PSC എന്നൊക്കെ അടിച്ചു കൊടുത്താൽ ഇഷ്ടംപോലെ പ്രകാശത്തെ പറ്റിയുള്ള ക്ലാസ്സുകൾ കിട്ടും. അല്ലെങ്കിൽ ടെലഗ്രാമിൽ ഏതെങ്കിലും വോയിസ് ക്ലാസ്സുകൾ, അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലാസ് ആദ്യം ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് കേൾക്കുക. ദെൻ അത് മനസ്സിരുത്തി കേൾക്കുക, എന്നിട്ട് നിങ്ങൾ വായിക്കുക. അല്ലാതെ ഒരു ടച്ചും ഇല്ലാത്തൊരു ടോപ്പിക് എടുത്ത് വെച്ചിട്ട് റാങ്ക് ഫയൽ പഠിച്ച് തീർക്കാം, അല്ലെങ്കിൽ SCRT വായിച്ച് തീർക്കാമെന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. നിങ്ങൾ ആദ്യം അത് നന്നായിട്ട് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്ത് ആ ഒരു ടോപ്പിക് ആദ്യം നന്നായിട്ട് കേൾക്കുക, എന്നിട്ട് പഠിക്കുക. ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് നന്നായിരിക്കും. പിന്നെ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്. അധികമൊക്കെ ഉറക്കം വന്നാൽ പോരുന്ന മുഖം കഴുകുക, അങ്ങനെയല്ലേ വേറെ ഒരു 5 മിനിറ്റ് വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട് വരിക, അങ്ങനെയൊക്കെ നമുക്ക് പ്രയോഗിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും ഉള്ള വേറൊരു സംശയമാണ്, ഒരു ദിവസം എത്ര നേരം പഠിച്ചാൽ റാങ്ക് ലിസ്റ്റിൽ കയറാം അല്ലെങ്കിൽ ജോലി കിട്ടാമെന്നുള്ളത്. അതൊക്കെ ഓരോ പേഴ്സൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ദിവസം എത്ര നേരം പഠിക്കുന്നു എന്നതല്ല, എത്ര മനസ്സിലാക്കി നമുക്ക് എത്ര റിവൈസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നു എന്നതിലാണ് കാര്യം. അതായത് ഇപ്പം നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്, ആ ടൈം ടേബിൾ അനുസരിച്ച് ടോപ്പിക്കൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുകയാണ്, പക്ഷെ നടക്കുന്നില്ല. അതായത് നമ്മൾ ആദ്യത്തെ ദിവസമൊക്കെ കൂടുതൽ പേർക്കും പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ടൈം ടേബിൾ അങ്ങ് സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം ടേബിൾ നമുക്ക് കുറച്ച് ഹെവി പോർഷൻസ് എത്രയൊക്കെ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിൽ സിലബസ് ഇങ്ങനെ കടല് പോലെ കിടക്കുകയാണല്ലോ. അപ്പം ഇത്രയും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിൽ കുറേ ടോപ്പിക്കൊക്കെ ഇട്ട് വെച്ചിട്ട് ചിലപ്പം അത് അന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അന്നത്തോടെ തന്നെ പഠിത്തം അവസാനിപ്പിക്കുന്ന കുറേ പേരുണ്ട്. കാരണം ഇത് എന്നെക്കൊണ്ട് നടക്കത്തില്ല എന്നുള്ള ഇതിൽ. അപ്പോൾ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന് പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യമേ ഹെവി ടോപ്പിക്കുകളിട്ട് നിങ്ങളെ തന്നെ മടുപ്പിക്കരുത്. കുറച്ച് ടോപ്പിക്കുകളിട്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന അത്രയൊക്കെ ടോപ്പിക് ഇട്ട് തുടങ്ങിയാൽ മതി. പിന്നെ അങ്ങോട്ട് വരുന്തോറും കൂട്ടിയൊക്കെ വരാം. അതായത് നിങ്ങളെ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് ടൈം അവൈലബിലിറ്റി അനുസരിച്ച് കൂട്ടി വരാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനൊരു കാര്യം എല്ലാവരും പ്രയോഗിച്ചാൽ നന്നായിരിക്കും. പിന്നെ ഇപ്പം കൂടുതൽ പേരും എനിക്ക് തോന്നുന്നു 10th മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർ കാണും, അസിസ്റ്റന്റ് സെയിൽസ്മാന് പ്രിപ്പയർ ചെയ്യുന്നവർ കാണും, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരും കാണും. ഇതിന് മൂന്നിനും കൂടെ ഏതെങ്കിലും ഒന്നും ഇല്ല, ജനറലായിട്ട് എല്ലാത്തിനും കൂടെ പ്രിപ്പയർ ചെയ്യുന്നവരും കാണും. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക എക്സാം ഫോക്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷെ നമ്മുടെ സിലബസിൻ്റെ ഒരു അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയേറെ ടോപ്പിക്കുകൾ നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് കൊണ്ട് ഇന്ന ഒരു എക്സാമിന് മാത്രമായിട്ടാണ് ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതെന്നൊരു വെപ്പില്ല. എല്ലാ എക്സാമിനും ഉപയോഗിക്കുന്ന രീതി, അതായത് ഇപ്പോൾ ഒരു ടോപ്പിക് എടുത്ത് വെച്ച് നിങ്ങൾ 10th മെയിൻസിൻ്റെ സിലബസ് എടുത്തിട്ട് ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് ഭൂമിയുടെ ഘടന അല്ലെ, സ്ട്രക്ചർ ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞൊരു ടോപ്പിക് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെയിം ടോപ്പിക്ക് തന്നെ ഡിഗ്രിയുടെ സിലബസിലും ഉണ്ട്. അപ്പോൾ നിങ്ങളത് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഡിഗ്രിയുടെ എക്സാമിനും കൂടെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഒക്കെ അപ്ലൈ ചെയ്തവരാണെങ്കിൽ ഡിഗ്രിയുടെ എക്സാമിനും കൂടെ ഫോക്കസ് ചെയ്ത് ഇച്ചിരി കൂടെ ഒരു ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ അത് എല്ലാ എക്സാമിനും കൂടെ ഉപകാരമാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പം സമയം എത്രത്തോളം പഠിക്കണമെന്ന് ചോദിക്കുന്നതിനോട് എനിക്ക് ഇതാണ് പറയാനുള്ളത്. ഇത്ര സമയമൊന്നല്ല, നമ്മൾ എത്ര എഫക്റ്റീവായിട്ട് പഠിക്കുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു ടോപ്പിക്ക്, എന്നോട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു ടോപ്പിക്ക് ഞാൻ ഒരു ദിവസം കൊണ്ട് ഇരുന്നിട്ടുണ്ട്.
അതൊന്നും കൊണ്ട് നമ്മൾ എവിടെയും എത്തത്തില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പ്രകാശം എന്ന് പറയുന്ന ഒരു ടോപ്പിക്, അത് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. റാങ്ക് ഫയലിൽ നിന്ന് കുറേ ഫാക്ട്സ് പഠിക്കാനുണ്ട്. അതേപോലെ അത് SCRT ടോപ്പിക് ഉണ്ട്, അത് ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്. അപ്പം പിന്നെ യൂട്യൂബ് ക്ലാസ് കണ്ട അതിൻ്റെ സമയം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ദിവസം തന്നെ ചിലപ്പോൾ ഈ പ്രകാശം എന്ന് പറയുന്ന ടോപ്പിക്കൊക്കെ ആയിട്ട് ഇരുന്ന് പോകും. അങ്ങനെയൊന്നും ഇരിക്കാനുള്ളൊരു അവസരം കൊടുക്കരുത്. മാക്സിമം പഠിച്ച് തീർക്കുക എന്നുള്ളതൊരു ഉദ്ദേശം തന്നെയാണ്. പക്ഷെ ഒരു ദിവസം ഒരു ടോപ്പിക് കൊണ്ട് ഇരിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒട്ടും ബെനഫിഷ്യൽ ആയിട്ടൊരു കാര്യമായിരിക്കത്തില്ല. നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ടും നിങ്ങൾ പഠിക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ചിട്ടും സബ്ജക്റ്റുകളെയും ടൈമിനെയും ആദ്യം ഷെഡ്യൂൾ ചെയ്യുക, എന്നിട്ട് പഠിച്ചു തുടങ്ങുക. ഇപ്പോൾ നമ്മുടെ ASM അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ASMന്റെ കോഴ്സിൽ തന്നെ ഓരോ ദിവസത്തെയും ടൈം ടേബിൾ രാവിലെ ഇടും. ആ ഒരു ടൈം ടേബിൾ അനുസരിച്ചുള്ള ടോപ്പിക്കുകളാണ് അന്നത്തെ ദിവസം മൊത്തവും പഠിക്കുന്നത്. ഇപ്പം ഞാൻ ആദ്യം ഇട്ടപ്പം ഈ പറഞ്ഞാണ് കുറച്ച് ഹെവി ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ റിവൈസ്ഡ് ടൈം ടേബിൾ കുറച്ചൊന്ന് ചുരുക്കിയിട്ട് റിവൈസ്ഡ് ആയിട്ടുള്ള ടൈം ടേബിളാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്. അതിൻ്റെ ഒരു ഡെമോ ഞാൻ എൻ്റെ സൈഡിൽ കാണിച്ചേക്കാം. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന ദിവസം Day 5 ആണ്. അപ്പോൾ Day 5 ടൈം ടേബിളാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടൈം ടേബിൾ അനുസരിച്ചുള്ള റെക്കോർഡ് ക്ലാസ്സുകളും അല്ലെങ്കിൽ ലൈവ് ഇന്നില്ല, ചില ക്ലാസ്സുകൾ ലൈവ് കൊടുക്കേണ്ടി വരും, ചിലത് റെക്കോർഡ് തന്നെ ആയിരിക്കും. റെക്കോർഡ് ക്ലാസ്സുകളും അതിൻ്റെ PDF എല്ലാം ഞാൻ ആ ഒരു ഗ്രൂപ്പിൽ ഇന്നത്തെ ദിവസം ഈ കാണുന്ന ടോപ്പിക്കുകളുടെ എല്ലാം ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ ഇന്നൊരു ഡെയിലി ഈ ഒരു ടോപ്പിക്ക് ഈ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പോൾസ് ആയിട്ടും നമ്മുടെ കോഴ്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അതോടുകൂടി സെറ്റാവും. പിന്നെ നാളെ എന്ന് പറയുമ്പോൾ Day 6 ആണ്. അത് നമ്മൾ 4ഉം 5ൻ്റെയും കൂടെ റിവിഷൻ ഡേ ആണ് നാളെ. അപ്പോൾ 2 ദിവസം കൂടി റിവിഷനും ആ ഒരു കോഴ്സിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ASM കോഴ്സിൽ ഇനിയും ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അപ്പം ASM കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആദ്യം നമ്മുടെ ആരതി അയാനെന്ന് പറയുന്ന ചാനലിലോട്ട് ജോയിൻ ചെയ്യുക. അവിടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കാണും. എങ്ങനെയാണ് ഫീ പേയ്മെൻറ്റ്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ASM കോഴ്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് റണ്ണിങ് ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. താല്പര്യമുള്ളവരെല്ലാം അങ്ങോട്ട് വരിക കേട്ടോ. നമ്മൾ വളരെ നന്നായിട്ട് ഒത്തൊരുമിച്ച് ജോയ്ഫുള്ളായിട്ട് തന്നെയാണ് ആ ഒരു കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ് എടുത്തിട്ടുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും ഈ ഒരു വീഡിയോയുടെ കമൻറ്റായിട്ട് ഇട്ടാൽ കൊള്ളായിരുന്നു. അപ്പം ഞാൻ പ്രതീക്ഷിച്ചതിൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ആ ഒരു കോഴ്സിൽ ജോയിൻ ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പം ഇനി ജോയിൻ ആവാൻ താല്പര്യമുള്ളവർക്കും അങ്ങോട്ട് വരാം. നമുക്ക് ഒത്തൊരുമിച്ച് പഠിക്കാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്ത് തരാനും പേഴ്സണലായിട്ട് തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഒരുപാട് ഡൗട്ടുകൾ ആ ഒരു കോഴ്സിലുള്ള ഒരുപാട് പേര് ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. ഞാൻ അതിനെല്ലാം റിപ്ലൈയും കൊടുക്കാറുണ്ട്. അപ്പം ആരെങ്കിലും ഒക്കെ ഇനിയും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരിക കേട്ടോ. നമുക്ക് ഒത്തൊരുമിച്ച് ASM കോഴ്സിന് വേണ്ടി പഠിച്ച് കോൺഫിഡൻസോട് കൂടി എക്സാമിന് പോവാം. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മുടെ non-GK പോർഷൻസ് മലയാളം, മാത്സ്, ഇംഗ്ലീഷ് നിങ്ങൾ ദിവസവും പഠിച്ചേ പറ്റൂ. നമ്മുടെ ASM കോഴ്സിലോട്ട് വരുന്ന ആളാണെങ്കിൽ അതിനെപ്പറ്റി പേടിക്കണ്ട. മലയാളവും മാത്സിനും ഇംഗ്ലീഷിനും GKക്ക് തുല്യം അല്ലെങ്കിൽ GKയും കാട്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഞാൻ ആ ഒരു കോഴ്സിൽ പഠിപ്പിക്കുന്നത്. അപ്പം ASM കോഴ്സ് എടുക്കുന്നവർ ആ ഒരു കാര്യത്തിൽ പറയാവേണ്ട. അല്ലാത്തവർ മലയാളവും മാത്സും ഇംഗ്ലീഷും എല്ലാം പ്രത്യേകമായിട്ട് ഒരു കൺസിഡറേഷൻ കൊടുത്ത് തന്നെ പഠിക്കുക. നിങ്ങളുടെ സ്കോർ ഉയർത്താൻ പോകുന്ന 3 കാര്യങ്ങളാണിതും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ഉയരണമെങ്കിൽ ഈ 3 കാര്യങ്ങളും ആദ്യം പക്കയാക്കണം. അതുപോലെ കറണ്ട് അഫയേഴ്സും എല്ലാവരും അപ്ഡേറ്റ് ചെയ്ത് പോകണം. 2024 മുതലുള്ള മന്ത്ലി കറണ്ട് അഫയേഴ്സും എല്ലാവരും പഠിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്, ഭയങ്കര ബഹളമാണ്, വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ എടുത്ത് തീർത്തയാണ്. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. ബൈ.